നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ എരുമുലയ്ക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക വെച്ചിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് പാവയ്ക്ക. പക്ഷേ ഇതിൻ്റെ ഒരു കയ്പ്പ് രസം കാരണം പലർക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്, ഇത് കഴിക്കാനായിട്ട് അത്ര ഇഷ്ടമുണ്ടാവില്ല. ഈ ഒരു രീതിയിൽ പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ കയ്പ്പ് രസം ഒട്ടും ഉണ്ടാവില്ല, കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വലുപ്പത്തിന് പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതൊരു 250 മുതൽ 300 ഗ്രാം ഉണ്ടാവും. ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പാവയ്ക്ക നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വട്ടത്തിൽ, അതായത് സർക്കിളായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. എങ്ങനെ കട്ട് ചെയ്താലും അധികം തിക്നെസ് ആവരുത്, അതായത് കട്ടി കുറഞ്ഞിട്ടാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ കനം കുറച്ച് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കഴിക്കാനും ടേസ്റ്റി ആയിരിക്കും, അതുപോലെ തന്നെ പെട്ടെന്ന് വേഗം ചെയ്യും. ഇതിൻ്റെ കയ്പ്പൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പ്, അതായത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവ രണ്ടും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതായത് ഈ മൂന്നും, പാവയ്ക്കയും ഉപ്പും മഞ്ഞൾപ്പൊടിയും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അതിനുശേഷം ഇത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു 15 മുതൽ 20 മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഈ സമയം കൊണ്ട് തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് റെഡിയാക്കി വെക്കാം. പാവയ്ക്ക റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. 2 മുതൽ 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വരെ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടും ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ കടുക് ചേർക്കാം. ഞാനിപ്പോൾ കടുക് ചേർക്കുന്നില്ല, ഒരു സവാളയാണ് ചേർക്കുന്നത്. സവാള ചേർക്കുമ്പോൾ ഇതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ മാക്സിമം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സവാള എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഒരു ഇരുമ്പിൻ്റെ കടായി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ കടായി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ വളരെ കുറച്ച് ചേർത്താൽ മതിയാവും. ഉള്ളി വഴറ്റാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6 മുതൽ 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തണം, ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരണം. ഇനി ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി, അതായത് ഒരു 3 വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, ഇതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ചേർക്കുമ്പോൾ ഉണ്ടല്ലോ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ വെളുത്തുള്ളി കട്ട് ചെയ്യുന്നതിന് പകരം ഇതുപോലെ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ചേറെ കരിവേപ്പില. അപ്പോൾ ഇതുപോലത്തെ മെഴുക്കുവരട്ടിയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കരിവേപ്പിലൊക്കെ കുറച്ചേറെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങിയപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഇതുപോലെ വെളുത്തുള്ളി നമ്മൾ ചതച്ച് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി. വെളുത്തുള്ളിയും പച്ചമുളകും കരിവേപ്പിലയും നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പാവയ്ക്ക 1-2 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പാവയ്ക്ക ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതായത് നമ്മൾ നേരത്തെ വഴറ്റിയ ഉള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഉപ്പ് ഈ സമയം ചേർക്കേണ്ട, ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പാവയ്ക്ക വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ അതിൽ തന്നെ ആ വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു ഈർപ്പത്തിലിരുന്ന് വേണം ഈ പാവയ്ക്ക ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. നന്നായിട്ട് ഒതുക്കിയെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. പാവയ്ക്ക വേഗം വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ നോക്കൂ, പാവയ്ക്ക ഏതാണ്ടൊരു ഹാഫ് കുക്ക്, അതായത് പകുതി വേവ് ആയിട്ടുണ്ട്. നമ്മൾ കനം കുറച്ച് കട്ട് ചെയ്തുകൊണ്ടാട്ടോ ഇങ്ങനെ. നമ്മൾ കുറച്ച് കട്ടിക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സമയമെടുക്കും പാവയ്ക്ക ഒന്ന് വേകാനായിട്ട്. എപ്പോഴും പാവയ്ക്ക മെഴുക്കുവരട്ടിക്ക് നമ്മൾ പാവയ്ക്ക കട്ട് ചെയ്യുമ്പോൾ മാക്സിമം കനം കുറച്ച് തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മസാലകൾ ചേർത്തെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, എരിവിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, നമ്മൾ എത്രയാണോ മുളക് പൊടി ചേർക്കുന്നത് അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർക്കുക. ഇനി ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഫ്ലെയിം ഒരു ലോ ടു മീഡിയത്തിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം 2-3 മിനിറ്റും കൂടി അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക.
ഇപ്പോൾ പാവയ്ക്ക വേഗം വെച്ചിട്ട് കറക്റ്റ് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മാക്സിമം ഒരു 2 മുതൽ 3 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ പാവയ്ക്ക ഏതാണ്ടായിട്ടുണ്ട്. ഇനി ഇതൊരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് സ്പെഷ്യൽ ചേരുവ ചേർക്കുന്നുണ്ട്. അതായത് കുറച്ച് ശർക്കര പൊടിച്ചത്, ഒരു 3/4 ടീസ്പൂൺ ശർക്കര പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചേരുവ കൂടി ചേർക്കുമ്പോൾ ഉണ്ടല്ലോ പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ പാവയ്ക്കയുടെ കയ്പ്പ് രസം ഒട്ടും ഉണ്ടാവില്ല. പാവയ്ക്കയ്ക്ക് കുറച്ചൊരു കയ്പ്പ് രസം ഉണ്ടാവും. നമ്മൾ ചേർത്ത ശർക്കരയും കൂടി ഒന്ന് യോജിച്ച് വരുമ്പോൾ ഉണ്ടല്ലോ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല റോസ്റ്റാക്കി എടുക്കുക. ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നോക്കൂ, നല്ല റോസ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആട്ടോ. ഈ ഒരു രീതിയിൽ പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾ മുതിർന്നവരൊക്കെ ഇഷ്ടത്തോടെ കഴിക്കും. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഇന്നത്തെ സ്പെഷ്യൽ പാവയ്ക്ക മെഴുക്കുവരട്ടി അല്ലെങ്കിൽ പാവയ്ക്ക റോസ്റ്റ് എന്ന് പറയാം. ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യാനും കൂടെ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഡൗട്ട്സൊക്കെ വായിക്കുമ്പോൾ വളരെയേറെ സന്തോഷമാണ്. അതുപോലെ തന്നെ കഴിയുന്നത്ര ഞാൻ റിപ്ലൈയും കൊടുക്കാറുണ്ട്. ഇതുവരെയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വളരെയേറെ നന്ദിയുണ്ട്. ഇനിയും അങ്ങോട്ടും ഈ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്